അച്ഛാ ആ എന്തു പറ്റിയെന്ന് നേരത്തെ ആണല്ലോ. യെസ്. എടാ നമുക്കെന്നാ ഗണപതിയുടെ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. ഞാനത് അച്ഛനോട് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. ആഹാ അമ്മ കേട്ടോ? കേട്ടു. മഴ പെയ്യുന്ന പോലെ ഇടയ്ക്കും പിഴയ്ക്കും വന്നു പോകേണ്ടതല്ലേ ഈ ഭക്തി. മനസ്സിലായോ? ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും എനിക്കത് മനസ്സിലായില്ല അച്ഛമ്മേ. ഇനി മുതൽ ഞാനൊരു റെഗുലർ ഭക്തനായിരിക്കും. നീ പറഞ്ഞോ അവനോട് മറ്റേ കാര്യം? ഇല്ല. എന്നാ പിന്നെ അമ്മ പറഞ്ഞു കാണും. ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ അച്ഛാ? മോളാ കവറിങ് എടുത്തേ. നീ പറ, എന്താ ഇപ്പൊ ഇങ്ങനെ ഭക്തി തോന്നാനുള്ള കാര്യം? അച്ഛാ, ആ 2-3 ലക്ഷം രൂപ കൊടുത്ത് കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എന്നെ ഫ്രീ ആയിട്ട് പ്ലേസ് ചെയ്യാന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഷെഫ് എനിക്ക് വാക്കുന്നു. ഷെഫാവാനോ? അതായത് കുശിനിക്കാരൻ. അതിനാടാ ഞാൻ നിന്നെ എഞ്ചിനീയറിംഗിന് വിട്ട് പഠിപ്പിച്ചത്. അച്ഛാ, വലിയൊരു ഷെഫായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു ബീച്ച് റെസ്റ്റോറന്റ് തുടങ്ങാന്നുള്ള എന്റെ ഡ്രീമാണ് അച്ഛാ. നിന്റെ ഡ്രീം തോലക്കെട്ടിയാനടിക്കും ഞാൻ. അവന്റെ ഡ്രീം മനുഷ്യരുടെ നട്ടം തിരിഞ്ഞ് നിൽക്കുക. ഇവിടെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബുദ്ധിയും വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങോട്ട് പാടി. തിങ്കളാഴ്ച രാവിലെ ജോയിൻ ചെയ്യണം. വെയിലും മഴ ഒന്നും കൊള്ളണ്ട. AC ഓഫീസിന്റെ അകത്തിരുന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മതി. എവിടെ? നമ്മുടെ മനശ്ശേരിയിലായി രഘുവിന്റെ കൂട്ടുകാരനില്ലേ, അവൻ നടത്തുന്ന ഒരു കോൾ സെന്ററാ. അച്ഛാ, ഇവിടെ മാസം 10-30,000 രൂപ എന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും ആയി. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാനൊരു കോൾ സെന്ററിൽ പോയി ജോലി ചെയ്യാനാ. എഞ്ചിനീയറിംഗ് പഠിച്ച നീ പോയിട്ട് കണ്ടവന്റെ പാത്രം കഴുകാൻ കറി വെച്ച് വിളമ്പാൻ നിൽക്കാനോടാ. അവൻ എഞ്ചിനീയറിംഗിന്റെ മഹാത്മ്യം പറയുന്നു. എന്നാ തെർമോഡൈനാമിക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റാതെ പറയടാ. ഷെഫാവാ നടക്കുന്നു, ചായക്കട തുടങ്ങുന്നു. അല്ലെങ്കിൽ ഈ പേരൻസിന്റെ സ്വഭാവമൊക്കെ ഒരുപോലെ. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ പോയി ആ കോൾ സെന്ററിൽ ജോലി ചെയ്യേണ്ടി വന്നു. അവിടെ നിന്ന് എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. അവളായിരുന്നു ആകെ ഉണ്ടായിരുന്ന റിലീഫ്. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. ഒരു ടിപ്പിക്കൽ അമ്പലവാസി ടൈപ്പ് ഓഫ് ഗേൾ. അരുന്ധതി റോയുടെ ബുക്കിന്റെ ടൈറ്റിൽ പോലെയുണ്ട്. അങ്ങനെ ഗേൾ ഫ്രണ്ട് ആയി. എന്നിട്ട് അമ്മ ഞാൻ അന്വേഷണം പറഞ്ഞു. ആരന്വേഷിച്ചു എന്ന് പറയണം. ഓ ബെസ്റ്റ്. താൻ പക്ഷെ 3 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മറന്നുല്ലേ. അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ അമ്പലങ്ങളൊക്കെ തൊഴിലാണ് മെയിൻ പരിപാടി. സോ നോ റെസ്റ്റ്. എന്നെ വിളിക്കണം കേട്ടോ. അമ്പലത്തിനകത്തല്ലാതെ വേറെ എവിടെയാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും. വിളിക്കോ? പിന്നെ വിളിക്കാതെ. എന്താ എന്റെ നമ്പർ എന്ന് പറഞ്ഞ്? നമ്പർ ഞാൻ സ്ഥിരം വിളിക്കുന്ന നമ്പറല്ലേ? അപ്പൊ ഫോൺ എങ്ങാനും കളഞ്ഞു പോയാ എന്നെ വിളിക്കില്ല അല്ലേ? അടുപ്പുള്ളവരുടെ ഫോൺ നമ്പറെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചുകൂടെ വിജയ്? എന്നാ പോട്ടെ. 92070 92070 6622 6622 ഒന്നൂടെ 92070 6622. ഓക്കെ. പോട്ടെ. ഏയ് രേഷു, ഒരു മിനിറ്റ്. ശമ്പളം കിട്ടാൻ ലേറ്റ് ആവുന്നല്ലോ പറഞ്ഞേ. ഇത് വെച്ചു. അത് വേണ്ട വിജയ്. എടോ, താൻ പോയി തന്റെ അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടെ ഒക്കെ അടിച്ച് പൊളിക്ക്. അവർക്കൊരു സർപ്രൈസ് ഒക്കെ കൊടുക്ക്. അപ്പോ 3 ദിവസത്തേക്ക് എന്നെ ഓർക്കാൻ ഇത് വെച്ചോ. താൻ വരുന്നവരെ തന്നെ ഓർക്കാൻ ഇതിങ്ങനെ കഴുത്തിലിട്ട് എന്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്തു. അപ്പോ 92070 92070 6622 പോട്ടെ. ലവ് യു. 92070 6622. എന്ത് ടൈപ്പ് കോൾ സെന്റർ ആയിരുന്നു അത്? ഇന്ത്യയിലും എബ്രോഡും താമസിക്കാൻ ഹോട്ടൽസ് ബുക്ക് ചെയ്യാം. നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു എന്നിട്ട് സർ, കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. അതുകൊണ്ടാണ് അഡ്വാൻസ് സാലറി ചോദിക്കുന്നത്. എടോ, പോരും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യേ. ഇൻസ്പെക്ഷൻ ഉണ്ട്, അവരിപ്പോ ഇങ്ങ് വരും. പ്ലീസ് ഡോണ്ട് കമ്പൽ മീ ടു ഡു എനിത്തിങ് ബാഡ്, ഓക്കെ? എന്താ? ഇതാ അടുത്ത ബിൽഡിങ്ങിലെ കുട്ടിയല്ലേ? താലികെട്ടൊക്കെ കഴിഞ്ഞോ? ഇറ്റ്സ് മൈ ഹെഡ്. ഓക്കെ. അന്ന് എനിക്കൊരു നൈസ് ഫോൺ കോൾ വന്നു. അതെന്റെ കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചു. ഹലോ, നമസ്കാരം. ഹലോ, എൻ്റെ പേര് ജെറി എന്നാണ്. താങ്കളുടെ പേര് പറഞ്ഞതിൽ നന്ദി. ഹോളിഡേയ്സ് ഫോറിലേക്ക് സ്വാഗതം. സർ, എങ്ങനെയാണ് സർ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? എനിക്ക് ക്വൈറ്റ് ആയിട്ട് താമസിക്കാൻ തേക്കടിയിലോ മൂന്നാറോ ഒരു റൂം വേണമായിരുന്നു. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും സാരമില്ല. ഫൈൻഡ് ഔട്ട്. തീർച്ചയായിട്ടും സർ. സർ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? അതെ, ഞാൻ ഫാമിലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 3 റിസോർട്ടുകളുടെ ഡീറ്റെയിൽസ് സാറിന്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം. ദയവായി സാറിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയൂ. സോറി, എൻ്റെ നമ്പർ റിവീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ വൈഫിൻ്റെ നമ്പർ തരാം. 92070 6622. കറക്റ്റാണ്. 92070 6622 കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. ഇതെങ്ങനെ മനസ്സിലായി? 92070 6622. അതെ അതെ, നമ്പർ കറക്റ്റാണ്. കൺഫേം ചെയ്തിരിക്കും. ഇത് രേഷ്മയുടെ നമ്പറിൽ. രേഷ്മ എങ്ങനെ അറിയാം? രേഷ്മ തന്നെ ആരാന്ന് പറഞ്ഞേ? താനോ? നീ ആരുടെ കോപ്പെ താനെന്ന് വിളിക്കാൻ? രേഷ്മ എങ്ങനെ അറിയാന്ന് പറ. നിനക്ക് ഞാൻ ആരാന്നറിയോ? അവൾ എന്റെ വൈഫാണോ ഗേൾ ഫ്രണ്ട് ആണോ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ബ്ലഡി ഇഡിയറ്റ്. ഉണ്ടെങ്കിൽ എന്താ
ഹലോ വിജയ്. എടി, പന്നെ. No, you just relax. ഞാൻ married ആവും. ഒരു പെണ്ണിനെ വിശ്വസിക്കരുത്. എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പ്രേമത്തിനുള്ളിൽ തൊട്ടാൽ അങ്ങനെയാ. ഇപ്പൊ മനസ്സിലായില്ല എന്നെ എവിടെ കണ്ടെന്ന്. ആക്ച്വലി നരേഷാണ് എനിക്ക് വീഡിയോ കാണിച്ചു തരുന്നത്. ഞങ്ങൾ തമ്മിൽ വലിയൊരു പ്ലാനിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്ന തന്നെ ഈ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതിനെയാണ് ഇടിവെട്ടിവന് പാമ്പ് കടിക്കുക എന്ന് പറയുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് അവന്റെ ജോലിയും പോയി, അവന്റെ ഗേൾ ഫ്രണ്ടും പോയി. ഈ ബഹിരാകാശത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാം. പക്ഷെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് തൊട്ടടുത്തിരുന്നാൽ പോലും മനസ്സിലാക്കാൻ പറ്റില്ല. എടോ ഫിലോസഫി നിർത്ത്. ദൈവത്തെ ഓർത്ത് തന്റെ ആ ബിസിനസ് പ്ലാൻ ഒന്ന് പറയാവോ? റെസ്റ്റോറന്റ്? അയ്യോ മാഡ്, ഇനി ഈ ടൗണിൽ റെസ്റ്റോറന്റ്? ഞാൻ വിചാരിച്ചു താൻ പറയാൻ പോകുന്ന എന്തെങ്കിലും സംതിങ് ന്യൂ ഇന്നോവേറ്റീവ് ഐഡിയ ആയിരിക്കുമെന്ന്. ഏയ് പിങ്കി, പറയുന്ന മൊത്തം കേട്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും ഒരു പാർട്ട്ണറിന് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി. ഓ സോറി, പറ താൻ ഐഡിയ പറ. ഫുഡ് ട്രക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ള പോലത്തെ ഘനഗാഡി, ഫുഡ് ഗാഡി, റെസ്റ്റോറന്റ് ഓൺ വീൽസ്. എക്സാക്ട്ലി. പക്ഷെ നമ്മൾ വേറെ ഒരു തട്ടുകട സെറ്റപ്പ് അല്ല. 4 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഫുഡ് ക്വാളിറ്റി നമ്മളും പ്രൊവൈഡ് ചെയ്യും. തീരെ തിരക്കില്ലാത്തൊരിടത്ത് സെറ്റ് ചെയ്യാം. വർക്കിംഗ് ടൈംസ് ഒരു 7 PM to 12 AM. പതിയെ ആൾക്കാർ നമ്മുടെ ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങി നമ്മളിലേക്ക് വരണം. സി, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ്. ഫുഡ് പക്ഷെ എങ്ങനെയെങ്കിലും സെർവ് ചെയ്താൽ പോരാ, അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഇമ്പോർട്ടൻ്റ് ആണ്. AR റഹ്മാന്റെ സോങ്സോ അല്ലെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള ഏതൊരു പാട്ടും വളരെ പതിയെ നമ്മൾ പ്ലേ ചെയ്യും. പാടേണ്ടവർക്ക് നൈസായിട്ട് പാടാം. വയലിനോ ഗിറ്റാറോ ഒക്കെ കൊണ്ടുവരുന്നവർക്ക് അതും വായിക്കാം. മീഡിയ സപ്പോർട്ട് നന്നായിട്ടുണ്ടാവും. യങ്സ്റ്റേഴ്സും റൈഡേഴ്സും ഒക്കെ സപ്പോർട്ടിനുണ്ടാവും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഈ കോൺസെപ്റ്റ് നമുക്കൊരു പേരുണ്ടാക്കി തരും സാധാരണക്കാർക്കിടെ. ഹായ്. പൂജ ഇവിടെ വെയിറ്റിംഗ് ആണോ? അവള് കുറച്ചു നേരം എത്തിയിട്ട്. Hey bro. Hi guys, are you ready? Yep. 2 minutes. Okay. എന്താടോ ഇത്? ഇവിടെ ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ജസ്റ്റ് ഫ്യൂ ഹവേഴ്സ് റൈഡേ ഉള്ളൂ. 2 വീക്സ് കഴിഞ്ഞ് തൻ്റെ ബർത്ത്ഡേ ഇടന്ന് ഞാൻ വരും. നമുക്ക് ലഞ്ച് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ? ഡാഡിയോട് നമ്മുടെ ബിസിനസ് കാര്യം പറഞ്ഞ് കാശ് വാങ്ങിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ കാര്യത്തിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നൊരു ജസ്റ്റ് ഒരു ഓക്കെ ഫോർ എ നെയിം ചെക്ക്. ഇതെന്താ? പേരൻസിനാ. ഓ Hey Naresh. Let's move on. ഓക്കെ പോവാം. വീണ്ടും കാണാനേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിരിയുന്നത് നല്ലതാ.